നമ്മുടെ തോട്ടത്തിലെ ഓർഗാനിക് പയറാണ്. ഇതിനെ ചിലവർ പച്ചപ്പയർ എന്ന് പറയും, ചിലവർ അച്ചിങ്ങാപ്പയർ എന്നൊക്കെ പറയാറുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേര് ഇതിന്. അപ്പം ഇത് നമ്മൾ ഉപ്പേരി വെക്കാൻ, മെഴുക്കുരട്ടി, ഉപ്പേരി തൃശ്ശൂരുകാർ പറയുന്നത്, മെഴുക്കുരട്ടിയൊക്കെ വെക്കാം. നല്ല നല്ല സാധനമാണ്. അപ്പോൾ ഇന്ന് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് ഇതും അതിൻ്റെ കൂട്ടത്തിൽ ഈ ചെറിയ ഉള്ളിയും ഈ മുളകും, വറ്റൽമുളകും, ഇത് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ ഇതിലിട്ട് ഇടിച്ച് ചതച്ചിട്ട് അതിൻ്റെ ഇടുന്നു. എന്നിട്ട് അത് റെഡിയാക്കി എടുക്കും. വേറെ മസാലകളോ കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. അപ്പം അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും മുളകും കൂടെ ഇടിച്ച് കുത്തിച്ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പയറിട്ട് കൊടുക്കാം. നേർത്ത് പറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം പയറിന് വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളത്തിൻ്റെയാണ്, ആ നനവ് ഉള്ളത് കൊണ്ടാണ് തെറിച്ചത്. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളമൊന്നും ചേർക്കണ്ട. ആ പയറിൻ്റെ വെള്ളം ഉണ്ടല്ലോ, നനവിൻ്റെ ഉണ്ട്, ആ നനവ് മതി. ലേശം മഞ്ഞൾപ്പൊടി കൊടുക്കുക. ഒരു ശകലം മതി, ഒരു നുള്ളി. ഇനി നമ്മുടെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഉപ്പ് കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്. എരിവും അതേപോലെ തന്നെ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് കുറച്ച് മതിയിരിക്കും. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തേക്കാം. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നിട്ടും പോലും അതിൻ്റെ പയറിനകത്തിലെ വെള്ളം കണ്ട ഏകദേശം പരുവായി. എന്നാലും ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നല്ലത്. ചോറിൻ്റെ കൂട്ടത്തിലൊരു പിടി പിടിക്കും. ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ പിരി ഏകദേശം റെഡി ആയിട്ടുണ്ട്.